സാമ്പത്തിക ജനാധിപത്യത്തിന്റെ സംയോജനത്തിന് പ്രസക്തിയേറുന്നതായും ഈ രംഗത്ത് കർഷക കമ്പനികൾക്ക് ഏറെ സാധ്യതയുണ്ടെന്നും സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ ജോസ് ചാത്തുകുളം അഭിപ്രായപ്പെട്ടു. കോട്ടയം ജില്ലയിലെ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾക്കായി പാലായിൽ നബാർഡ് സംഘടിപ്പിച്ച ജില്ലാതല സാച്ചുറേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാലാ അരുണാപുരം അൽഫോൺസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പ്രോഗ്രാമിൽ ആത്മ പ്രൊജക്ട് ഡയറക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ ജോസ് ചാത്തുകുളം ഉദ്ഘാടനം ചെയ്തു. അനുവാദത്തോടു കൂടി ഇന്നിവിടെ നടക്കുന്ന ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ ക്യാമ്പ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ബോർഡിലേക്ക് നോക്കിയാൽ FPO സാച്ചുറേഷൻ ക്യാമ്പയിൻ എന്നൊരു വാക്ക് നമുക്ക് കാണാം. ഈ സാച്ചുറേഷൻ എന്ന് പറയുന്ന വാക്ക് വളരെ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് എഴുതി ചേർത്തതാണ്, ആ ക്യാമ്പയിനിൽ എഴുതുന്നതാണ്. ഞങ്ങൾ ഈ റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം തുടങ്ങുന്ന നാൾ മുതൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശൗചാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ നമുക്കുണ്ടായിരുന്നു, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ നമുക്കുണ്ടായിരുന്നു. അത് തുടങ്ങിയ നാൾ മുതൽ അനുസൃതം ആ പ്രോജക്റ്റുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ, നബാർഡ് ജില്ലാ മാനേജർ റെജി വർഗീസ്, ലീഡ് ബാങ്ക് ജില്ലാ മാനേജർ രാജു ഫിലിപ്പ്, PSWS FPO ഡിവിഷണൽ മാനേജർ ഡാൻഡിസ് കൂനനാനിക്കൽ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു. ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ രൺദീപ് CR, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി സ്കറിയ, ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ജോർജ് കുര്യൻ, ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ മേരി സിറിയക് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ADA യമുന ജോസ്, ADA ട്രീസ സെലിൻ ജോസ്, PSWS അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൽ, പ്രൊജക്ട് ഓഫീസർ PV ജോർജ് പുരയിടം, പാലാ സാന്തോം FPO ചെയർമാൻ CB കണിയാമ്പടി, ഡയറക്ടർ ബോർഡ് അംഗം ഷീബ ബെന്നി, CEO വിമൽ ജോണി, ഹരിതം FPO CO ജോസ്മോൻ മണ്ണക്കനാട് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു. i4A ന്യൂസ്, പാലാ.